നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ജോൺ ബ്രിട്ടാസിന് പകരമായി രാജ്യസഭയിലേക്ക് പോകേണ്ടത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു. പക്ഷെ വലിയ മാധ്യമധർമ്മമൊക്കെ വിളമ്പിയിരുന്ന ജോൺ ബ്രിട്ടാസ് മമ്മൂക്കയ്ക്ക് നല്ല മുട്ടനൊരു പണി അങ്ങ് കൊടുത്തു. അല്ലെങ്കിലും ജോൺ ബ്രിട്ടാസ് എന്ന മാധ്യമ രാഷ്ട്രീയക്കാരൻ പറയുന്നതൊന്നും പ്രവർത്തിക്കാറില്ല എന്നത് നമുക്കൊക്കെ നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. ഈശ്വരനിൽ തെല്ലുമേ വിശ്വാസമില്ല എന്ന് ഉച്ചത്തിൽ പറയുകയും ഹൈന്ദവ ദൈവങ്ങളെ ബഹുലമായി പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ക്രിസ്തീയ ദേവാലയത്തിൽ 250% ക്രൈസ്തവ മതാചാര ചടങ്ങുകളോടെയാണ് നടത്തിയത്. വേദിയിൽ വലിയ വായിൽ ഹൈന്ദവ നിരീശ്വരവാദത്തിൻ്റെ വക്താവുകയും സ്വന്തം കുടുംബത്തിൽ വരുന്ന ചടങ്ങുകൾ തൻ്റെ മതമായ ക്രിസ്തീയ ആചാര ചടങ്ങുകളോടെ നടത്തുകയും ചെയ്യുന്ന ജോൺ ബ്രിട്ടാസ് ഇത്തരമൊരു ചതി നമ്മുടെ സ്വന്തം മമ്മൂക്കയോട് ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ. സംഭവം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമാ സംവിധായകൻ ആലപ്പി അഷ്റഫാണ്. കൈരളി ചെയർമാൻ മമ്മൂട്ടിക്ക് ലഭിക്കേണ്ടിയിരുന്ന രാജ്യസഭാ സീറ്റാണ് കൈരളി MD ആയ ജോൺ ബ്രിട്ടാസ് തട്ടിയെടുത്തത്. മമ്മൂട്ടിയോട് ഏറ്റവും അധികം സ്നേഹവും വാത്സല്യവും ഒക്കെയുള്ളത് പിണറായി സഖാവിനാണ്. മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കിയ ബ്രിട്ടാസ് തന്ത്രപൂർവം മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം സംസാരിക്കുവാൻ മുഖ്യന്റെ മുമ്പിൽ വെച്ച് തന്നെ മമ്മൂട്ടിക്ക് ഫോൺ ചെയ്തു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് മമ്മൂട്ടിക്കുള്ള വിയോജിപ്പ് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെയായിരുന്നു ബ്രിട്ടാസ് മമ്മൂട്ടിയെ കൊടുക്കാൻ സ്പീക്കറിലിട്ട് ഇങ്ങനെയൊരു ഫോൺ സംഭാഷണം നടത്തിയത്. ഇതൊന്നും അറിയാത്ത മമ്മൂട്ടി മുഖ്യമന്ത്രിയെ നിശിതമായി വിമർശിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി കാണിക്കുന്നതൊന്നും ശരിയല്ലെന്നും ഇതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്നുമുള്ള മമ്മൂട്ടിയുടെ കുറ്റം പറച്ചിലുകളിൽ മുഖ്യമന്ത്രി വല്ലാതെ അസ്വസ്ഥനായി. മമ്മൂട്ടിയോടുള്ള സർവ്വ താല്പര്യങ്ങളും നഷ്ടമായി. ബ്രിട്ടാസിന്റെ പ്ലാൻ Z പദ്ധതി നടപ്പിലായ സന്തോഷത്തിൽ അദ്ദേഹം സ്ഥലം കാലിയാക്കി തുടർ കരുനീക്കങ്ങളിലൂടെ രാജ്യസഭാ സീറ്റ് തനിക്കായി ഉറപ്പിക്കുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം ഈ വിവരം ആരോ മമ്മൂട്ടിയെ ബോധ്യപ്പെടുത്തി. ബ്രിട്ടാസിന്റെ വൻചതി മനസ്സിലാക്കിയ മമ്മൂട്ടി പിണറായി സഖാവിനോട് താൻ എങ്ങനെയാണ് അഭിപ്രായം പറയുവാനുള്ള സാഹചര്യമെന്ന് മുഖ്യമന്ത്രിയോട് വിവരിച്ചു. എന്നാലും പണി പത്മശ്രീ മമ്മൂട്ടിക്ക് തന്നെ കൊടുത്തല്ലോ ബ്രിട്ടാസെ, സമ്മതിക്കണം മാധ്യമ സിംഹമേ.